എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വഴുതനങ്ങ വച്ചിട്ടുള്ള ഒരു അധികം ഗ്രേവി ഒന്നുമില്ലാത്ത ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പം, ഇടിയപ്പം, ദോശ, ചപ്പാത്തി, പൂരി അതിന് എന്തിനു വേണമെങ്കിലും കൂട്ടി കഴിക്കാം. വേണമെങ്കിൽ നമുക്ക് ചോറിനും ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. സാധാരണ വഴുതനങ്ങ എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മുമ്പ് വഴുതനങ്ങ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഈ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ അടുത്ത കാലത്താണ് ഞാൻ വഴുതനങ്ങയൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. എന്നുവെച്ചാൽ ചില പച്ചക്കറിയൊന്നും എനിക്കിഷ്ടമല്ല. വഴുതനങ്ങ, വെണ്ടയ്ക്ക അതൊന്നും ഇഷ്ടമല്ലായിരുന്നു മുമ്പ്. പക്ഷേ ഇപ്പം എനിക്കതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഈ വഴുതനങ്ങ നമ്മൾക്ക് നല്ല ഹെൽത്ത് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ഗുണമുള്ള വെജിറ്റബിളാണ്. വെണ്ടയ്ക്ക അത് തന്നെ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പ്രത്യേകിച്ച് വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പിന്നെ അതുപോലെ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വെജിറ്റേറിയൻസിന് പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അധികം സമയം വേണ്ട. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല ആദ്യം. പിന്നെ നമുക്ക് ഗ്രേവിക്ക് പാകത്തിന് ലാസ്റ്റിന് മുമ്പായിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരൂ. ഞാനിത് എടുത്തിരിക്കുന്നത് വഴുതനങ്ങ, തക്കാളി, ഒരു സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കറിവേപ്പില വേണം, മല്ലിയില വേണം, പിന്നെ മസാലപ്പൊടികളൊക്കെ വേണം. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതെല്ലാം കഴുകിയിട്ട് വഴുതനങ്ങ കട്ട് ചെയ്യണം. വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം. കാരണം എന്നിട്ടത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വയ്ക്കണം. അതിൻ്റെ കറയൊന്ന് പോകണം. നോക്കാം. വഴുതനങ്ങ നമ്മൾ വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ അവിടെ വയ്ക്കാം. അതിൻ്റെ കറ മുഴുവനും ഒന്ന് പോകണം. വഴുതനങ്ങ കഷ്ണങ്ങളെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതെവിടെ ഇരിക്കും. തക്കാളി കണ്ടില്ലേ, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചുവട് കട്ടിയുള്ളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ഇതിനെടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ കടുകാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം ഇതാണ് ആദ്യം ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വയ്ക്കണം. മുളക് പൊടി 1 ടീസ്പൂൺ. പിന്നെ അല്പം ജീരകവും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന സവാളയാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കും. ഇളക്കി കൊടുക്കണം. നമ്മുടെ സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇളക്കി കൊടുക്കണം. പച്ചമുളക് ഒരു 2-3 ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. വെച്ചിരുന്ന ചുമന്ന മുളക് അതും 2 ഇട്ട് കൊടുത്തു. ഇനിയും നല്ലപോലെ ഇളക്കി കൊടുക്കണം. സവാള ഇവിടെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന വഴുതനങ്ങ കഷ്ണങ്ങൾ, ബ്രിഞ്ചോൾ ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. ഇനി ഇളക്കി കൊടുക്കണം. ഇത് നമ്മളിപ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ടുണ്ട്.
ഇനി ഇത് ചെറു തീയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരണം, വെന്ത് വരണം. അപ്പോൾ ഇതിന് നമ്മൾക്ക് പതുക്കെ ഒന്ന് അടച്ചു വച്ചേക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിളക്കണം. ഒരല്പം മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയേ ചേർക്കുന്നുള്ളൂ. വഴുതനങ്ങ വാടി വന്നിട്ടുണ്ട്. ഞാനിപ്പം നേരത്തെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ വഴുതനങ്ങ കഷ്ണങ്ങൾ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടി ചേർക്കാനുള്ളത് ഗരം മസാല മാത്രം ലാസ്റ്റ് കുറച്ച് ഒരല്പം ചേർക്കാം. പക്ഷേ ഈ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊരുവിധം സോഫ്റ്റായി വന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പീസസ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇത് ഒന്നിളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കും. ടൊമാറ്റോ പീസസ് ചേർത്തതിന് ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇത് ഒന്നടച്ച് വെക്കണം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിൻ്റെ മൂടി എടുത്തിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടോ, നമ്മുടെ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആവും. നമ്മൾ ഇതുവരെ ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പക്ഷേ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല പോലെ വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. കുറച്ച് ചേർത്താൽ മതി. ഇപ്പം ഗ്രേവി നമുക്കൊരല്പം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി മൂടി വയ്ക്കും. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിനിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കി, കുഴപ്പമില്ല, പാകത്തിനുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ടൊമാറ്റോ ബ്രിഞ്ചാൾ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ. അപ്പോൾ അടുത്ത വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, അതായത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.